മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കപ്പിള്, ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്, അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ എന്നോട് ഓസ്ട്രേലിയയിലെ മെൽബോണിലേക്ക് വരണം എന്ന് ക്ഷണിക്കാനായിട്ട് വന്നു. ഞാൻ അവരുടെ ക്ഷണകാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവരോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ, മിനിഞ്ഞാന്നാണ് ഞാൻ ദുബായിൽ നിന്ന് വന്നത്, ചിലപ്പോൾ നാളെ രാവിലെ കുവൈറ്റിലേക്ക് പോകും. ഇന്ന് വിസ കിട്ടുകയാണെങ്കിൽ, വിസ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടുകയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് കുവൈറ്റിലേക്ക് പോകണം. ഇപ്പൊ കുവൈറ്റിലേക്ക് ഞാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ജസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയിച്ചാൽ ആയിരക്കണക്കിന് മലയാളികൾ അവിടെ എത്തും. നേരെ മറിച്ച് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അമേരിക്ക, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന വ്യക്തികളെ വരുള്ളൂ. മലയാളികൾ വരികയാണെങ്കിൽ തന്നെ പല 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 രീതിയിലുള്ള സ്വഭാവക്കാരാ വരിക. ഇങ്ങനെ ഓരോന്നും ഞാൻ അവരോട് പറഞ്ഞു. ഇവിടെ അമേരിക്കയിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് വൈകുന്നേരം പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം ഗോപാലകൃഷ്ണൻ്റെതാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ളവർ പറഞ്ഞത്, 10-20 വർഷമായിട്ട് നമ്മളിങ്ങനെ ഭജന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് മാത്രം നടത്തിയാൽ പോരെ, എന്തിനാ വെറുതെ പ്രഭാഷണങ്ങളൊക്കെ? ആ ഭജന നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും RSSകാർക്കും NSSകാർക്കും SNDPക്കാർക്കും ഒരു വിഷമവും ഇല്ല. അതിങ്ങനെ ഉറക്കെ നെഞ്ചത്തടിച്ചോ കൈകൊണ്ടടിച്ചോ കുറേ പാട്ട് പാടുക, എന്നിട്ട് പോട്ട്ലേക്ക് സംവിധാനത്തിലൂടെ നല്ല അടിപൊളി ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കുക. അതോടുകൂടി ഹിന്ദുവിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പ്രഭാഷണം ഇവിടെ വയ്ക്കുന്നതിൽ ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നോ? അയ്യോ സാറേ, കുറേ പേര് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഒരു RSSകാരനാണ്, നമ്മൾ എന്തിനാ ഇങ്ങനെ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള പ്രഭാഷണമൊക്കെ വയ്ക്കുന്നത്, നമുക്ക് ഭജന മാത്രം പോരെ. 20 വർഷമായിട്ട് ഭജന മാത്രം നടത്തിക്കൊണ്ട് ഒരു ഇഞ്ച് പോലും വളരാതെ നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും മേടിച്ചുകൊണ്ട് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ 1 മണിക്കൂർ തൊണ്ട പൊട്ടുന്ന വിധത്തിൽ കുറെ ഭജന നടത്തി, അതിൻ്റെ അർത്ഥമോ വ്യാപ്തിയോ ഉദ്ദേശമോ പോലും അറിയാതെ എല്ലാവരും കൂടി തിന്ന് ഒരു 1.5, 2, 3 മണിക്കൂർ പരദൂഷണത്തിന്റെ പരമകാഷ്ഠയിൽ പറഞ്ഞ്, പരദൂഷണം പറയാൻ വേണ്ടി മാത്രം ഒത്തുചേർന്ന് അതിൻ്റെ പേര് ഭജന, അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടംമാതിരി ഐറ്റങ്ങൾ തിന്നാൻ, ഭക്ഷണം കഴിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം. അതിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അപ്പൊ ഇടതുപക്ഷക്കാരുണ്ടാവും. അത് ഗോപാലകൃഷ്ണൻ വന്നാൽ, ചിദാനന്ദപുരി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമിജി വന്നാൽ, അതൊക്കെ ഒരു മതമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഉള്ള ഭജന പോരെ. അങ്ങനെ ഏതോ ഒരു കാലത്തും ഗതി പിടിക്കാത്ത ഒരു മനസ്സ് ഒരു 80% മലയാളിയുടെ ആയിട്ട് ഇന്നും അവര് ഈ 3-4 വികസിത രാഷ്ട്രങ്ങളിലാണെങ്കിൽ, ഓസ്ട്രേലിയയില്, അമേരിക്കയില്, ഇംഗ്ലണ്ടില്, ഇത് കാനഡയിലും ബാധകമാണ്. ഇപ്പൊ ഞാൻ അമേരിക്ക എന്ന് പറയുമ്പോൾ കാനഡയും അമേരിക്കയും ചേർന്ന് പ്ലസ് യൂറോപ്പില്. ഇനി അഥവാ ഒരു ഒത്തുചേരുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന്, ആ വരുന്നതിന്റെ ഉദ്ദേശം മകളെ മകനെ സ്റ്റേജിൽ കയറ്റി അവരുടെ ഡാൻസ്, അവരുടെ പാട്ട്, അവരുടെ കൂത്ത്, അവരുടെ മിമിക്രി കാണിക്കുക. മറ്റാർക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് സ്റ്റേജിൽ കയറി പരമാവധി നൃത്തമാടാനുള്ള അവസരം കിട്ടണം, മക്കളെ പ്രദർശിപ്പിക്കണം. ഇങ്ങനെയുള്ള വേറൊരു വിഭാഗം. പിന്നെ ഭക്ഷണം അടിപൊളിയാവണം. പൈതൃകത്തിൻ്റെയോ ഹിന്ദുധർമ്മത്തിൻ്റെയോ ഏതെങ്കിലും കാര്യങ്ങൾ ചേർത്താൽ അത് വർഗീയതയാവും. പുറത്തുള്ളവർ, ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസ്ലിമിനും കുഴപ്പമില്ല, ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ കുഴപ്പമുള്ളത്. അപ്പോ അത് വർഗീയതയാവും. അതിലേക്ക് ആവശ്യമുണ്ടോ? ഇനി ആരെങ്കിലും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അപ്പം അത് RSSും BJPയും ഹിന്ദുത്വവും കാവ്യവൽക്കരണവുമാകും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണവശാലും
ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വികസിക്കുന്നതോടൊപ്പം, ഞാൻ ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത്, വികസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇപ്പൊ അമ്പലങ്ങളുടെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അവരുടെ വേറൊരു അപ്രോച്ച്, കാരണം വോട്ടിന് വേണ്ടിയിട്ടാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പോലും വികസിക്കാതെ 10-20 വർഷം മുമ്പ് അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോയവര് നമ്മളുടെ പഴയ പഞ്ചായത്ത് കിണർ സംസ്കാരത്തിൽ തന്നെ പരദൂഷണം പറയാനും നല്ലത് ചെയ്യുന്നവരെ എതിർക്കാനും അത് പുച്ഛിക്കാനും, എന്തെങ്കിലും ഹിന്ദു കാര്യങ്ങൾ ചെയ്താൽ അത് ഹിന്ദുത്വവും കാവ്യവൽക്കരണവും വർഗീയതയുമാണെന്നും ഞാനതിൽ പങ്കെടുക്കില്ലെന്നും പറയാ. അമേരിക്കയിൽ അടുത്ത കാലത്ത് ഞാൻ പോവുകയുണ്ടായി. അത് ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീയാണെന്ന് പോലും പറയാൻ പറ്റില്ല, പെൺകുട്ടിയാണെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അവരൊരു ഭജന ഗ്രൂപ്പിന്റെ ഹെഡാണ്. അവര് നല്ലൊരു ഭജന ഗ്രൂപ്പുള്ളവരാണ്. അവര് ഈ ഹിന്ദു സമ്മേളനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഭജന ഗ്രൂപ്പിലുള്ളവരെല്ലാവരും പറഞ്ഞു അത്രേ, നിങ്ങൾ ഹിന്ദുക്കളുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഭജനയ്ക്ക് വരില്ല, ഞങ്ങൾ ഹിന്ദുക്കളുടെ ഒരു കാര്യത്തിനും ഞങ്ങൾ പങ്കെടുക്കില്ല, ഭജന ആയതുകൊണ്ട് മാത്രം വരികയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. നിങ്ങൾ ഹിന്ദു പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അത് RSSും BJPയും ഹിന്ദുത്വവുമാണ് അതിന്റെ പുറകിൽ. ആ സ്ത്രീയുടെ ടെൻഷൻ കാണണം. ഈ ഹിന്ദു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇവരുടെ ഭജന ഗ്രൂപ്പ് വീണ്ടും കൂടുമ്പോൾ, എനിക്ക് ഭജന ഗ്രൂപ്പ് എന്ന് കേട്ടാൽ അറപ്പാ തോന്നുന്നത്. അതേതോ മഹത്വമേറിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ഒരു 10-40 കൊല്ലം മുമ്പ് ഭജനയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല നല്ല കാര്യങ്ങൾ പൈതൃകത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലും അതുപോലെ നമ്മുടെ ഉപനിഷത്തുക്കളിലും വേദങ്ങളിലൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു പാട്ടപ്പെട്ടിയും വെച്ച് കുറെ എണ്ണം ഉറക്കെ ഒരർത്ഥവും അറിയാതെ തൊണ്ട പൊട്ടുന്ന രീതിയിൽ ഭജന പാടിയിട്ട് ഏത് ഹനുമാൻ പ്രത്യക്ഷമാവാനാ? ഹനുമാനിൽ വിശ്വാസമില്ല, ശ്രീരാമനിൽ വിശ്വാസമില്ല, ശ്രീകൃഷ്ണനിൽ വിശ്വാസമില്ല, ശിവനിൽ വിശ്വാസമില്ല, വിഷ്ണുവിൽ വിശ്വാസം ഇല്ലാത്തവരാണ് ഈ തൊണ്ട പൊട്ടുന്ന മാതിരി അർത്ഥം പോലും അറിയാതെ ഈ ഭജനയ്ക്ക് അട്ടഹസിച്ച് ഹോട്ടലേക്ക് ചോറ് തിന്ന് പോകുന്നത്. ഞാൻ എല്ലായിടത്തും പറയുകയുണ്ടായി, ഇതുമാതിരിയുള്ള ഭജന ഗ്രൂപ്പ് നടത്തുന്നത് ഈ നാടിന്റെ സംസ്കാരത്തിന് എതിരാണെന്ന് മാത്രമല്ല ശാപവും കൂടിയാണ്. അവരുടെ മനസ്സ് മുഴുവനും ഈ ഭജനയാണ് ഹിന്ദു ധർമ്മം എന്ന് വരുത്തി തീർക്കാൻ. അതേ സമയത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ദുബായിൽ പോയിരുന്നു 3 ദിവസം മുമ്പ്. അവിടുത്തെ ഭജന എന്ന് പറഞ്ഞാൽ എന്ത് ഗംഭീരമായിട്ടുള്ള കീർത്തനാലാപനമായിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള കീർത്തനം. ശരിക്കു പറഞ്ഞാൽ അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല കഴിവുള്ള 11 പേര്, അതിൽ 9 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. നാരായണ ഗുരുദേവന്റെ കൃതികളും നമ്മളുടെ മറ്റ് ഈശ്വര കൃതികളും കേട്ടാൽ ഒരു നല്ല ഭക്തിഗാനമേളയുടെ ധന്യത നിലനിർത്തിക്കൊണ്ട് അർത്ഥമറിയാം, കേൾക്കുന്നവന് അതിന്റെ അർത്ഥമറിയാം പറയുന്ന വരികൾ. അത്രയും ഗംഭീരമായിട്ടുള്ള കീർത്തനാലാപനം വേറെ, ഭജന വേറെ. ഇപ്പൊ ഞാൻ ഇവരോട് എല്ലാവരോടും അന്നും ഇന്നും എന്നും പറഞ്ഞു, ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് ഈ ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തിക്കാൻ ശ്രമിക്കല്ലേ. നിങ്ങളുടെ അവിടെ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഹിന്ദു കാര്യങ്ങൾ ആരെങ്കിലും പ്രസംഗിക്കാൻ വന്നാൽ അത് RSS ആണ്, BJP ആണെന്ന് ഉണ്ടാവും. അതിനു പകരം ടെലി ലെക്ചറുകൾ വെക്കുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, നല്ല രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇമെയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഫേസ്ബുക്ക് അതുണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ഇതിലൂടെ നിങ്ങൾ നല്ലൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാം. മാത്രമല്ല ഏത് സംഘടനയും ഒരു അമ്പലത്തിനകത്താണെങ്കിലും ആശ്രമത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും പോലും നമ്മളുടെ ഹിന്ദു ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് 1/3 ഭാഗം ആത്മീയത, അതും നല്ല തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി 1/3 വേണം. അതുപോലെ തന്നെ 1/3 ഭാഗം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ വേണം. 1/3 ഭാഗം സാംസ്കാരിക കൾച്ചറൽ ആക്ടിവിറ്റീസ്, 1/3 കൾച്ചറൽ ആക്ടിവിറ്റീസ്. അതിനകത്ത് നല്ല ഡാൻസുകളും നമ്മുടെ കഥകളിയും നമ്മുടെ ഓട്ടംതുള്ളലും നമ്മുടെ ചെണ്ടയും നമ്മുടെ പഞ്ചവാദ്യവും നമ്മുടെ ഇടക്കയും നമ്മുടെ ഓട്ടംതുള്ളലും കൃഷ്ണനാട്ടവും തിരുവാതിര കളിയും ഇതൊക്കെ നമ്മുടെ പൈതൃകത്തിലെ സാംസ്കാരിക ഭാഗങ്ങളാണ്.
അത് 1/3 ഭാഗം വേണം. 1/3 ഭാഗം അപ്ലൈഡ് സ്പിരിച്വാലിറ്റി, നല്ല രീതിയിൽ എന്താണ് ആത്മീയത, എന്താണ് ക്ഷേത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് പ്രയോഗിക്കാനുള്ള കാര്യങ്ങൾ 1/3 ഭാഗം. പിന്നെ വേദനിക്കുന്നവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും രോഗികൾക്കും വേണ്ടിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ എലിവേറ്റ് ചെയ്യാൻ, ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കാൻ, കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ, രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന്. ഈ 6 പോയിന്റാണ് സോഷ്യൽ എലിവേഷൻ. ഇപ്പൊ സ്പിരിച്വൽ എലിവേഷൻ എസ്, സോഷ്യൽ എലിവേഷൻ എസ്, കൾച്ചറൽ എലിവേഷൻ സി. ഇതായിരിക്കണം ഒരു ഹിന്ദു സംഘടനയുടെ ലക്ഷ്യം. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ, കോൺഗ്രസ്സുകാരുണ്ടോ, RSSകാരുണ്ടോ, BJPക്കാരുണ്ടോ എന്നുള്ള ഒന്നും പ്രശ്നമല്ല. ഒരു പ്രഭാഷണത്തിൽ മാത്രം ഒരുക്കാനും പാടില്ല. ഇപ്പോൾ SSC, സ്പിരിച്വൽ എലിവേഷൻ, സോഷ്യൽ എലിവേഷൻ, കൾച്ചറൽ എലിവേഷൻ, ഇങ്ങനെ ആയിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള ഹിന്ദു സംഘടനകളുടെ പ്രവർത്തനങ്ങൾ. നോർത്ത് ഇന്ത്യയിലെല്ലാം ബ്ലൈൻഡ് സ്പിരിച്വാലിറ്റിയും പിന്നെ തിന്നലുമാണ്. ഇപ്പൊ കേരളത്തിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. അമ്പലങ്ങൾ മുഴുവനും അന്നദാനാണ്. നിരന്തരം പറഞ്ഞിട്ട് അടിമുടി മാറ്റം വന്നിരിക്കുന്നത്. പലപ്പോഴും ഇപ്പോ ഉച്ചക്കലത്തെ ഭക്ഷണം പോലും കഞ്ഞിയും പുഴുക്കുമാക്കി. അപ്പോൾ വേണ്ടവർ മാത്രമേ വരുള്ളൂ. അപ്പോൾ വേണ്ടവർ മാത്രമേ, വിഭവ സമൃദ്ധമായ സദ്യയുടെ പരിപാടിയില്ല. അങ്ങനെ ഒരു അന്നദാനം നടത്തുന്നതിനോട് വലിയ എതിർപ്പൊന്നുമില്ല. അപ്പോ ശരിക്കു പറഞ്ഞാല് ഓർമ്മിക്കാനുള്ളത് ഇതെല്ലാം ഞാൻ ഇന്നലെ ആസ്ട്രേലിയയിൽ നിന്ന് വന്നവരോട് പറഞ്ഞു. ആസ്ട്രേലിയയിലേക്ക് ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, ടെലിഫോണിലൂടെ ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അവിടെ നിങ്ങളൊരു ബ്ലൂടൂത്ത് വെക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സ്പീക്കറിലിട്ട് മൈക്കിന്റെ അടിയിൽ വെക്കുകയോ ചെയ്താൽ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കാം. എന്നെ ഇവിടുന്ന് കെട്ടിമ്പറക്കി അവിടം വരെ ഫ്ലൈറ്റ് ടിക്കറ്റും തന്ന് എന്നെ താമസിപ്പിച്ച് എനിക്ക് വേണ്ട ഭക്ഷണം തന്ന് എന്നെ തിരിച്ച് കയറ്റി അയക്കുന്നത് വരെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ടെൻഷനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവാക്കാൻ ഈ ടെലി ലെക്ചറുകൾ നടത്തുക. പിന്നെ ഈ പറഞ്ഞ മാതിരി 3 വിഭാഗമായിട്ട് ഹിന്ദു ആക്ടിവിറ്റീസിനെ സ്പിരിച്വൽ എലിവേഷൻ, സോഷ്യൽ എലിവേഷൻ, കൾച്ചറൽ എലിവേഷൻ ആക്കി മാറ്റാനും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ട് പോയി. ഇത് തന്നെയാണ് ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും എല്ലായിടത്തുള്ളവരും യൂറോപ്പിലുള്ളവരും ചെയ്യേണ്ടത്. പക്ഷേ ഏറ്റവും അധികം ഹിന്ദു ധർമ്മം സ്പിരിച്വലി, സോഷ്യലി, കൾച്ചറലി എലിവേറ്റ് ചെയ്യാൻ സംവിധാനം ഇപ്പോഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, യൂട്യൂബിലുണ്ട്, അതേപോലെ ഫേസ്ബുക്കിലുണ്ട്, ഫേസ് പേജിലുണ്ട്, ബ്ലോഗിലൂടെ സാധിക്കും. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നത് എന്നുകൂടി ഓർമ്മിക്കുക. മലയാളികൾ ഒരുമിച്ച് ചേർന്നാൽ എന്നും പാരവയ്ക്കലും പരസ്പരം വിമർശിക്കലും എതിർക്കലും ഒക്കെയാണ്. അതിനു പകരം നിങ്ങൾ ചെറിയ ഗ്രൂപ്പ്, 2, 3, 4 ഗ്രൂപ്പ് ഉണ്ട്. ഉദയഭാരതം ഗ്രൂപ്പുണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ്. ഉദയ കേരളം ഗ്രൂപ്പുണ്ട്, എന്ത് ഗംഭീരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജയരാജിന്റെ നേതൃത്വത്തിൽ ഫ്ലോറിഡയിൽ വലിയൊരു ഗ്രൂപ്പുണ്ട്. എത്ര ക്രിസ്ത്യാനികളാ ഹിന്ദു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഗോപാലകൃഷ്ണനെയോ ഒരാളെയോ ഈ നാട്ടിൽ നിന്ന് ഇത്രയും രൂപ കൊടുത്ത് അയാളെ താമസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. ഒരു VIP-യും ഇല്ലാതെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ പൈതൃകത്തെ 3 തിരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നല്ല ചങ്കൂറ്റത്തോടു കൂടിയ 2 or 3 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അത് സാധിക്കും. ഭയപ്പെടാത്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.